Hello friends, Food for People പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി വെറൈറ്റി ഫുഡ് ആയിട്ട് വന്നതാണ്. നമ്മൾ ഇന്നൊരു അടിപൊളി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോവാണ്. മാഗി മഞ്ചൂരിയൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചിലവർ ചെയ്യുമ്പോൾ മഴ വരും, ചിലവർ ചെയ്യുമ്പോൾ മഴ വരില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്നും മഴയാ. എന്നാലും ഞമ്മക്കൊരു കുഴപ്പമില്ല. മാഗി ഒന്ന് വേവിക്കാനായിട്ട് നമുക്ക് ഈ ഉരുളി വെക്കാം. വേവിക്കാൻ ആവശ്യമായിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓരോ മാഗി ആയിട്ട് ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ മസാല പാക്കറ്റ് നമ്മൾ മാറ്റി വയ്ക്കും. ഇത് നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ശരി, നന്നായി മിസ്സാകുണ്ടാവില്ലേ? പിന്നെ ചെക്കൻ വരും, അധികം വൈകാണ്ട് തിരിച്ചു വരും. നമുക്കിത് നന്നായി ഇളക്കിയിട്ട് ഈ മാഗി ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാഗി നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതൊന്നും എടുത്ത് ഈ പാത്രത്തേക്ക് മാറ്റാം. നമ്മൾ മാഗി വേവിച്ചെടുത്തതിലേക്ക് നമ്മൾ ആദ്യം കോൺഫ്ലവർ ഇതിൽ ഫുള്ളായി ഇടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി ഇടുന്നത്, മുളക് പൊടി ഇടാം. ഇതിലേക്ക് നമുക്ക് മാഗി മസാല ഇടാം. നമ്മൾ മാഗി മസാല ഇതിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം എല്ലാം കുഴച്ച് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാഗി. അപ്പോൾ നമ്മുടെ മാഗിയിൽ മസാലയൊക്കെ ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെടുത്തിട്ട് ഒന്ന് റോളാക്കി എടുക്കാം. ഒരു റൗണ്ട് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ബോൾസ് ആക്കി എടുക്കാം അല്ലേ? അപ്പോൾ ഈ ബോൾസ് ആക്കിയിട്ട് നമ്മൾ മാഗി പൊടിച്ച് വെച്ച മാഗിനെ റോൾ ചെയ്തെടുക്കുക. ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ട്
അപ്പോൾ നമ്മുടെ മാഗിൻ്റെ പഴയ മെമ്മറീസ് എന്താ വെച്ചാൽ നമ്മൾ മാഗിൻ്റെ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മസാല ആരും കാണാണ്ട് എടുത്ത് തിന്നാറുണ്ട് അല്ലേ? അതുണ്ട്. അപ്പം അങ്ങനെ തിന്നവരുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് കമൻറ്റിൽ ഇടണം, ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. നീ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കുറെ എത്ര കഴിച്ചിട്ടുണ്ടല്ലോ. ഞാൻ കഴിച്ചിട്ടില്ലടാ. കഴിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ നമുക്ക് ചട്ടി വെക്കാം. അപ്പൊ ചട്ടി നന്നായി ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 ലിറ്റർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത മാഗി മഞ്ചൂരിയൻ്റെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉരുളി വെക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഓയിലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇടാം. അടുത്ത നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ഇതിലേക്കാം. അടുത്ത നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കിയതാണ്. നമുക്ക് ഇതൊന്നും ഇതിലേക്ക് ഒഴിക്കാം. കോൺഫ്ലവർ മാവ് വെള്ളത്തിൽ കലക്കിയതാണ്. അപ്പോൾ ഇതെന്തിനാണ് കലക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല കട്ടി പിടിക്കാനാണ് നമ്മൾ കലക്കിയത്. ഇനി നന്നായി നമുക്ക് ഇതൊന്ന് ഇളക്കി വിടാം. നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം അതിലേക്ക്. കാശ്മീരി ഇട്ടിരിക്കുന്നത് നമ്മൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. അപ്പം നല്ലൊരു കളർ കിട്ടും, റെഡ് കളർ. ആവശ്യത്തിന് അതുപോലെ ഉപ്പിടാം. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തത് നമുക്ക് മാഗി ബോൾസ്, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മാഗി ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാഗി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തട്ടിലേക്ക് ഇടാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് സോസ് ഒഴിക്കാം. അപ്പോൾ വല്ലാതെ ഇരുട്ടായിട്ടുണ്ട്. ഇവിടെ രണ്ടുപേര് ഫ്ലാഷ് പിടിച്ചാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നോക്കല്ലേ? അപ്പോൾ ഞങ്ങളെല്ലാം പെട്ടെന്നായിരിക്കും ടേസ്റ്റിങ്ങും എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. എൻ്റെ കൂടെ മഴയും വരുന്നുണ്ട്. ടേസ്റ്റ് ചെയ്യാം. അടിപൊളി സാധനം, സൂപ്പർ കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി സാധനമാണ്. വിത്ത് പൊറോട്ട കേട്ടോ. ഇത് പ്രത്യേകിച്ച് പൊറോട്ടേൻ്റെ കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എന്ത് കറിയാ എന്തായാലും പൊറോട്ടേൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
മാഗി മഞ്ചൂരിയൻ. അപ്പോൾ നമ്മൾ ഇത്ര വൈകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നല്ല മഴ, നമ്മൾ കുറേ ഗ്യാപ്പ് വിട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, പിന്നെ അടുപ്പ് ചെറിയൊരു കംപ്ലൈൻ്റ് ആയി, പിന്നെ നമ്മൾ അടുപ്പ് മാറ്റിയിട്ട് പിന്നെയും ചെയ്ത്, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്ര ലേറ്റ് ആയത്. സംഭവം സെറ്റ് ആവുന്നുണ്ട്. സംഭവം അടിപൊളി സാധനമാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ ഇട്ടാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ചടപട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിലും അടിപൊളി ഫുഡുമായി അടുത്ത വീഡിയോയിൽ കാണാം.